വെൽക്കം ടു ഫൺസ് അപ്പോൺ എ ടൈം. താങ്ക് യു. എഴുതാറുണ്ടോ? യെസ്, എഴുതാറുണ്ട്. എഴുതാറുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ രമേശ് ചേട്ടാ എഴുത്തുകാരിയാണ്. സാഹിത്യം എഴുതുന്നതിനെ കുറിച്ച് തന്നെയാണ് ചോദിച്ചത്. അതല്ലേ കണ്ണെഴുതുന്നത് എഴുത്താണ്, ഞാൻ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. അത് ഞാൻ നന്നായിട്ട് എഴുതാറുണ്ട്. ആ കൊള്ളാം. എന്താ എഴുതുന്നത് തസ്ലീമ? ഞാൻ കവിത എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്. രമേശ് ചേട്ടാ എഴുതാറുണ്ടോ? ഞാൻ വളരെ ചെറുതായിരുന്നപ്പോൾ കവിത എഴുതുന്നുണ്ട്. എനിക്ക് ആദ്യം കവിത എഴുത്തൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ, കണ്ണൻ താമരക്കുളം ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഹരീഷ് കണാരൻ മ്യൂസിക് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം എന്നോട് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നീ തന്നെ എന്തെങ്കിലും ഒരു പാട്ടുണ്ടാക്കി പാടിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എഴുതിയൊരു കവിത ഞാൻ പാടി. അത് മലയാള സിനിമയുടെ ലിസ്റ്റിലേക്ക് കയറി. അങ്ങനെ അത് സിനിമയിൽ ഉപയോഗിക്കപ്പെട്ടു എൻ്റെ പാട്ട്. സൂപ്പർ. അത് ഞാൻ പാടിത്തരാം. കിട്ടനെന്നൊരു കുട്ടി, കുട്ടിക്കുണ്ടൊരു പട്ടി, പട്ടിക്കുണ്ടൊരു കുട്ടി, കിട്ടനെന്നൊരു കുട്ടി, അതാണ് 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 കിട്ടന്റെ പട്ടിക്കുട്ടി. ഭൗ 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 ഭൗ. ഈ കവിതയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പിഷു ടച്ചുള്ള കവിത എന്ന് പണ്ട് ഞങ്ങള് സിനിമാല എന്ന് പറഞ്ഞ പരിപാടി ചെയ്യുന്ന സമയത്ത്, എൻ്റെ തുടക്ക സമയത്ത്, അന്നൊക്കെ ഞാൻ 10 തമാശ പറയുമ്പോൾ 9 എണ്ണം ചീറ്റി പോകുമായിരുന്നു. അതിന് അവർ സിനിമാലയുടെ ലൊക്കേഷനിൽ പിന്നെ പിന്നെ ആര് മോശം തമാശ പറഞ്ഞാലും അതിന് അത് പിഷു പറയുന്ന തമാശ പോലെയായി പോയി എന്നും പറഞ്ഞ് അവർ ഒഴിവാക്കുമായിരുന്നു. അങ്ങനെ ഒഴിവാക്കുന്ന തമാശകൾക്ക് പിഷു തമാശകൾ എന്നാണ് അവിടെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതല്ല, പുള്ളി തലേദിവസം വരും. തലേദിവസം വന്നിട്ട് ഡയാൻ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കുറേ തമാശകൾ പറയും. അപ്പോൾ അതിനകത്ത് വന്നിട്ട് ഡയാൻ ചേച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കും. അപ്പോൾ ഡയാൻ ചേച്ചി പറയും, ആ നിന്നോ എന്ന് പറയുകയാണെങ്കിൽ നിൽക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കയറി വീട്ടിൽ പോകും. തസ്ലീമിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? തസ്ലീന് വീട്ടില് ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, പിന്നെ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞാണ്, ഹസ്ബൻഡ് ഉണ്ട്. ആണോ? ഹസ്ബൻഡിന് വേണ്ടി ആദ്യം എഴുതി കൊടുത്ത കവിത? പുള്ളി കുറെ നാൾ എന്റെ പിന്നിൽ നടക്കുമായിരുന്നു. ഞങ്ങള് IAS പഠിക്കാൻ പോയി കണ്ടുമുട്ടി. അതോടെ IAS ദൈവമേ, ഞാൻ ആദ്യമായിട്ട് IAS പഠിക്കാൻ പോയ ഒരാളെ നേരിട്ട് കാണുന്നത്. അത് IAS പഠിക്കാൻ പോകുന്ന ഒരാൾ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ സ്റ്റേജിൽ വരുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ആ കവിത എന്താ ഭർത്താവിന് വേണ്ടി എഴുതി കൊടുത്തത്? 14 വയസ്സാ മോമന പെൺകിടാവറിയുന്നു താനൊരു തീക്കുണ്ടിലെന്ന്. അല്ലയോ കാട്ടാള പിന്നാലെ നടന്നു മാനിഷാദ എന്നൊക്കെ പറഞ്ഞാലോ. പക്ഷെ ആരായാലും പുറകെ നടന്ന ആള് വളരെ അധ്വാനിച്ച് പാടുപെട്ടാണ് കവയത്രിയെ വീഴ്ത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിശ്വപ്രസിദ്ധമായ ഒരു പ്രണയ വിവാഹത്തിന്റെ ആളാണ് സാജു കൊടിയൻ എന്ന് പറയുന്ന ആള്. സാജു ചേട്ടന്റെ പ്രണയം എന്ന് പറഞ്ഞാല് കേന്ദ്രസേന വരെ ആലുവയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പ്രണയമായിരുന്നു. അത്രയും കോളിളക്കവും കോലാഹലവും പ്രശ്നങ്ങളും ഒരു കണക്കിന് പ്രശ്നങ്ങൾ തീർന്നിരിക്കുക. ഇനി ഇത് രണ്ടാമത് ഓക്കെ, അപ്പൊ നമ്മൾ തസ്ലീമയുടെ പെർഫോമൻസിലേക്ക് പോവുകയാണ്. മോളെ ഓൾ ദി ബെസ്റ്റ്. ഹലോ, നമസ്കാരം. എന്റെ പേര് തസ്ലീമ. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. കൊല്ലം കേൾക്കുമ്പോഴേ കൊല്ലം കണ്ടവനില്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. അപ്പൊ അച്ചി എന്ന് കേൾക്കുമ്പോ എന്താണ്? ഭാര്യ അല്ലെ? ഭാര്യ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് കല്യാണത്തിനോട്ടാണ്. ഞാനൊരു കല്യാണ വീട്ടിലെ രാവിലത്തെ ദൃശ്യം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെ മിന്നി മിന്നി തിളങ്ങി കത്തി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു മഞ്ഞ ബൾബുകളൊക്കെ ഉണ്ടാവും. ഒരു നല്ല കാറിനെ എത്രമാത്രം വൃത്തികേടാക്കാവോ അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടാവും, ബൊക്കെ വെച്ച്. പണ്ടൊക്കെ രംഭ, മേനക, ഫിലോത്തമ എന്നൊക്കെ ആയിരുന്നു ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ പേര്. അതിനനുസരിച്ച് പച്ച മഞ്ഞ നിറമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പം കൊമ്പൻ, ഗരുഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡേഞ്ചറസ് ചിഹ്നമൊക്കെ ആയിട്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു നിര ആ സൈഡിൽ നമുക്ക് കാണാൻ കഴിയും. പണ്ടൊക്കെ കല്യാണം നടത്തിയിരുന്നെന്ന് പറഞ്ഞാൽ കാരണവന്മാരാ വീട്ടിലെ. കുറച്ച് വന്നപ്പോഴത്തേക്കും പൂജാരി അല്ലെങ്കിൽ തന്ത്രി ഒക്കെയാ. ഇപ്പൊ കല്യാണം നടത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ മറ്റാരും അല്ല, നമ്മുടെ സ്വന്തം ക്യാമറ ചേട്ടന്മാർ. നമ്മുടെ നാട്ടിലൊരാളുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് മഗ്ഗെന്നാണ്. മഗ്ഗെന്ന് വെച്ചാൽ പുള്ളി തിങ്കൾ തൊട്ട് ശനി വരെ വെള്ളം ആയിരിക്കും. പക്ഷേ ഞായറാഴ്ച ദിവസം ഏത് വീട്ടിലാണോ കല്യാണം ആ വീട്ടിലെ കല്യാണത്തിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ടൂറിസ്റ്റ് ബസ്സിന്റെ അവസാന ഭാഗത്ത് പോയി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ബസ്സിൽ ദിലീപേട്ടൻ്റെ ഏതെങ്കിലും പടമായിരിക്കും ഇടുന്നത്. അതും പഴയ പടം ഇടത്തോളൂ. മേരിക്കുണ്ടൊരു കുഞ്ഞാടോ, കൊമ്പൻ എന്നൊക്കെയാണ് ബസ്സിന്റെ പേര്. പക്ഷേ മേരിക്കുണ്ടൊരു കുഞ്ഞാട് അല്ലെ മീശമാധവൻ. എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ 10-15 വർഷത്തിനിടയ്ക്ക് ആരും ഇരുന്ന് വിവാഹങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ ഉറപ്പ് തരാം. ഇത് 2 വീട്ടിലെ വീഡിയോഗ്രാഫർ ഉണ്ടാവും, ഫോട്ടോഗ്രാഫർ ഉണ്ടാവും, ഇവരുടെ ലൈറ്റ്, കൊട ഇതൊക്കെ കാണുള്ളൂ. ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള മറ്റൊരു സ്ഥലത്ത് WWE നടക്കുകയായിരിക്കും. അത് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്വന്തം ഊട്ടുപുരയാണ്. 1-ാം പന്തി കയറാൻ വേണ്ടിയിട്ടാണ് അവിടെ ആൾക്കാർ അങ്ങനെ ഇടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞല്ലോ, തന്ത്രിയൊന്നും അല്ല ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ചേട്ടന്മാരൊക്കെയാണ്. ഒരാളെ കെട്ടിയിടുന്ന ഈ ക്യാമറ ചോദിക്കുക ഒരൊച്ച ഉണ്ടാക്കി ഇടുന്ന നോക്കിയപ്പോൾ പുള്ളിക്ക്
ഒന്നുകൂടി ഊരിയിട്ട് കെട്ടാൻ പറ്റുമോ എന്ന്. എൻ്റെ പുള്ളിക്ക് കിട്ടിയില്ല. പുള്ളിയുടെ ആ സമയത്ത് നേരിട്ട് പച്ചക്ക് ചോദിച്ചു പുള്ളി. ഓഡിറ്റോറിയത്തിൻ്റെ അവസാന ഒരു രംഗം എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ ഒരു ദേശീയഗാനമാണ്. എന്തിനാടി പൂങ്കരളേ കാരിനി കരയണത്. കൂട്ടക്കരച്ചിലായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പം അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ ഇവരെ കെട്ടിപ്പിടിച്ചേ കരയുള്ളൂ. ഇനി ഇവരെ രണ്ടുപേരും കെട്ടിയില്ലേ ചെറിയമ്മയുടെ മകനെങ്കിലും കെട്ടിപ്പിടിച്ച് ഈ ദേശീയഗാനം പാടുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു സംഭവം. ഇതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, ഇപ്പോൾ ഒരു ഗ്രാമമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ കല്യാണമാണ്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയെ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആളുടെ പേര് ഞാൻ പറയില്ല. അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ ഞാൻ സംഘടിപ്പിച്ചു. കായും കാലും പിടിച്ചിട്ട് കൊണ്ടു ചെന്നു. അപ്പോൾ അവിടെ ചെറിയ ഗാനമേളയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തലേദിവസം വൈകുന്നേരം ആണ് ചെന്നിരിക്കുന്നത്. രാത്രി പരിപാടിക്ക് അത്താഴൂട്ടെന്നൊക്കെ പറയും. ഗാനമേളയിൽ പുള്ളി ഒരു പാട്ടൊക്കെ പാടി ഷൈൻ ചെയ്തു. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് കറങ്ങിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓട്ടത്തിലാണ്, കൂട്ടുകാരൻ്റെ കയ്യിലാണല്ലോ. ഓടി ഇതിന് തിരിച്ചു വന്നപ്പോൾ പുള്ളി ഇരുന്ന് തബലയടിക്കുന്നു. തബലയടിക്കുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിട്ടു. ഞാൻ വിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ട് വേറെ എന്തോ കാര്യത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ആ സാധനത്തിനെ ഒന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്തി ആളെന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് തേങ്ങ കരണ്ടുന്നു. കഥയൊക്കെ പറഞ്ഞിട്ടേ. കലാഭവൻ ജോഷിയുടെ കല്യാണത്തിനെ കലാഭവൻ ജോഷി ചേട്ടനെ മണിയറയിൽ കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി എന്നെ വിളിച്ചേക്കും കേട്ടോ. ജോഷി എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാ. പിഷാരടി നമ്മൾ അവിടെ വെള്ളാടി പാർട്ടി നമ്മൾ അപ്പുറത്തെ വീട്ടിലല്ലേ അരച്ച് ആരെ ഇങ്ങടേക്ക് വന്നത് പറയൂ, നീ ഇപ്പം പറയൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചോദ്യം. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടന്? ആരാന്നറിയില്ലേടാ, നമ്മുടെ കൂട്ടുകാരാരോ ഇത് ചെയ്തിരിക്കണേ. ഞാൻ ചോദിച്ചു എന്താ ജോഷി ചേട്ടാ? ആരും അവിടെ പോയിട്ട് കള്ള് കുടിച്ച് വന്നിട്ട് എൻ്റെ മണിയറയിൽ ബെഡിൽ വാള് വെച്ചിരിക്കുകയെന്ന്. ജോഷി അവൻ പെണ്ണുമായിട്ട് ചെന്നിരിക്കുമ്പോഴേ എനിക്ക് ആളെ അറിയാം, ഞാനും പേര് പറയുന്നില്ല. ആ മണിയറ കയറി മുല്ലപ്പൂ ഇട്ട കട്ടിലെ വാളും വെച്ചിട്ട് മറ്റവൻ പോയി. കാരണം വേറെ എവിടെ സ്ഥലമില്ല, ആളില്ലാത്ത ഒരു സ്ഥലം വേണ്ട, കല്യാണ വീടല്ലേ. അവൻ വാള് വെച്ചാൽ ബാക്കി എല്ലാവരും കണ്ടാൽ നാണക്കേടല്ലേ എന്ന് പറഞ്ഞിട്ട് മണിയറയിൽ വാള് വെച്ചിട്ട് പോയി. ഇതുപോലെ രാജാ സാഹിബ് ഞാനിവിടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയി. അപ്പോൾ കല്യാണത്തിന് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ്റെ അപ്പം പറഞ്ഞ് ഇത് മണിയറക്കട്ടില്ല, പുതിയത് തേക്കാ, ഈ പ്രാവശ്യം മേടിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിട്ടേക്കാം. അപ്പോൾ രാജാ സാഹിബും ഞാനും കൂടി പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാമെന്നും പറഞ്ഞിട്ട് രാജാ സാഹിബ് ഇരുന്ന് ഞാനും ഇരുന്നു മണിയറക്കട്ടിൽ പടാക്കി. അത് മാർട്ടിൻ ചേട്ടൻ ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കട്ടോ. അപ്പം മഴ പെയ്ത കാരണമാണ് ഞങ്ങളെ അവിടെ ഒരു വീട്ടിലേക്ക് കയറ്റി നിർത്തിയേക്കാണ്. പരിപാടിയൊന്നും ആയിട്ടില്ല. അപ്പം 7 മണി എന്ന് പറഞ്ഞ പരിപാടി ഒരു 9 ആകുമ്പോൾ തുടങ്ങാം. കാരണം അമ്പലപ്പറമ്പിൽ ഇടിവെട്ടി മഴ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളൊരു വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് എല്ലാവരും ഭയങ്കര ആ വീട്ടുകാരൊക്കെ സ്നേഹമായിട്ട് കുറച്ച് പേരൊക്കെ മിണ്ടി ഓരോ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. സെറ്റിൽ ഇങ്ങനെ ഇരുന്നു, പിന്നെ കാല് കയറ്റി വെച്ചു, പിന്നെ കിടക്കുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു. അപ്പം എന്തോ ഒരു ക്രിക്കറ്റ് കളി നടപ്പുണ്ട് ആ സമയത്ത് ടി വിയിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹരിശ്രീ യൂസഫ് ആ ഹൗസ് ഓണറോട് ചോദിച്ചു, ചേട്ടാ ക്രിക്കറ്റിൻ്റെ സ്കോർ അറിയാൻ ഒന്ന് ടി വി വെക്കാമോ എന്ന് ചോദിച്ചു. പിന്നെന്താ പറഞ്ഞ് ടി വി ഓണാക്കിയത് ഇടിവെട്ടി ആ ടി വി അടിച്ചുപോയി. കൃത്യം ഓണാക്കുന്നു, ഇടിവെട്ടുന്നു, ടി വി കത്തിപ്പോകുന്നു, ഒരു കരിഞ്ഞ മണം വരുന്നു. പിന്നെ ആ ഉത്സവപ്പറമ്പിലുള്ള എല്ലാവരും ഞങ്ങളുടെ മ്യൂസിക് പരേഡ് കണ്ട് ചിരിച്ചിട്ട് ഇയാൾ മാത്രം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലൊരു കല്യാണത്തിനൊക്കെ പോയി നമ്മൾ കല്യാണ സദ്യയൊക്കെ കഴിച്ചു. തിരിച്ച് ടൂറിസ്റ്റ് വന്നിറങ്ങി നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ബ്രേക്ക് എടുത്തു. ബൈ. കല്യാണ ഉണ്ണികൾ എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഉണ്ട്. ചിലപ്പോൾ ഇവർ ചിലയിടത്ത് മോൺസ്റ്റർ ആയിരിക്കും, ചിലയിടത്ത് ഗ്യാങ്സ്റ്റർ ആയിരിക്കും. അതായത് അപ്പന് പണ്ടെങ്ങോ സമയമില്ലാഞ്ഞിട്ട് ആ മോനെ ആ കല്യാണത്തിനൊന്ന് പോയേക്കണേന്ന് പറയുന്നിടം തൊട്ടാണ് ഇവരുടെ ഈ ജൈത്ര യാത്ര ആരംഭിക്കുന്നത്. പിന്നെ ഇവരുടെ കല്യാണം വരെ ഇവർ ഇങ്ങനെ കല്യാണത്തിന് എല്ലാ ഞായറാഴ്ചയും കല്യാണത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഉണ്ടെന്ന കാര്യം പറയുമ്പോഴേ ചില പെണ്ണുങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ ഈ തുഞ്ചറ്റ് മാത്രമേ കയ്യിൽ ചോറാവുള്ളൂ. ഞാനൊക്കെ ഉണ്ട് കഴിഞ്ഞാൽ ഈ കൈയുടെ ഉള്ളം കൈയും വിരലിൻ്റെ ഇടയിൽ ഇവിടെയും വരെ ചോറും മോരൊക്കെ ആവും. ഇവരെങ്ങനെയാ ഇവിടെ വരെ ആവുള്ളൂ? ഞാൻ ഇവിടെ മുതൽ എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മാത്രം പറയാൻ പറ്റിയൊരു കഥ. കലാഭവനിൽ മിമിക്രി പഠിക്കുന്ന പിള്ളേരുടെ മുറിയിലേക്ക് ഒരു ദിവസം നോക്കിയപ്പോഴേ കലാഭവൻ മധു അവർക്ക് ഇത് പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോസിന് ഇത് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് മധുവിനൊരു ഫോൺ വന്നു. കലാഭവൻ മധു ഫോണുമായിട്ട് പോയപ്പോൾ ഈ കലാഭവനെ പഠിക്കാൻ വന്ന പിള്ളേർ ഇത് നിർത്തിയിട്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഡോറ് തുറന്ന് നോക്കിയപ്പോഴേ കൈവഴി തുപ്പലിറങ്ങി നിലത്ത് വീണ് കിടക്കുക.
നിലത്തെത്തി എന്നിട്ട് വായിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ കല്യാണത്തിന് പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വൈഫ് ചോദിക്കും ഇന്ന് ചിക്കൻ ആയിരുന്നല്ലേ ചോദിച്ചത് അങ്ങനെ നിനക്ക് മനസ്സിലായി അല്ല ഷട്ടയിലുണ്ടല്ലോ. നമ്മൾ വെള്ളം കുടിച്ച് നശിച്ചു പോയ ഒരുപാട് പേരുടെ കഥ കേട്ടിട്ടുണ്ടെങ്കിലും കള്ളുകൊണ്ട് ധനികനായ ഒരേ ഒരാൾ പ്രശാന്ത് മുന്നപ്ര എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ അയ്യപ്പ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളി കള്ളു കുടിക്കില്ല. കള്ളു കുടിക്കില്ല. പ്രശാന്തന്റെ കള്ളു കുടിക്കില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അയ്യപ്പ ബൈജു ക്യാരക്ടർ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് എന്തൊരു ഫാൻ ഫോളോയിങ് ആണെന്നറിയോ. ഏത് സ്റ്റേജിൽ പോയാലും ഒരു സൂപ്പർ സ്റ്റാർ വരുന്നത്ര ആൾക്കാരാണ് പുള്ളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതും വെയിറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രൂപ്പിൽ 2 വർഷം ഒന്നിച്ചുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പരിപാടിക്ക് വന്നപ്പോൾ സ്റ്റേജിൻ്റെ സൈഡിൽ ഒരാൾ ഇരുള് വെളിവ് ബോധമില്ലാതെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പൂസാകാനൊരു ഭാഗ്യം വേണം. ഇങ്ങനെ നിൽക്കുമോ എങ്ങനെ നിൽക്കണല്ലോ. എന്നെ കണ്ടോ ഹലോ അയ്യപ്പ ബൈജു എന്നോ കാരണം അവർക്ക് ഭയങ്കര പുള്ളിയുടെ സ്വന്തം പോലെ തോന്നുന്നത്. ഞാൻ ഒന്നില്ല എത്തിയിട്ടില്ല. ബൈജു ബൈജു കാണണം, ബൈജുവിനെ എനിക്ക് കാണണം, ബൈജു എന്ത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഞാനപ്പോൾ ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് വിടണില്ല. ഞാൻ ഒരുവിധം കൈ വിട്ടിട്ട് ഈ സ്റ്റേജിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നപ്പോൾ അവിടെ ഒരാൾ വേറൊരാൾ ഇങ്ങനെ നിൽക്കുക. അയ്യോ ബൈജു എന്ത് എന്ന് ചോദിച്ചു. ഇങ്ങ് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ട് തന്നെ മറ്റേ കുടീനെ കാണിച്ചു വിടുന്നത്. ഇതാ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ് കാണിച്ചു വിടുതേ. ഒരു മണിക്കൂർ ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് ബൈജു 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 എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇപ്പിട്ട് എന്താ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നൊരു പിടുത്തമില്ല ഇത്രയും നേരം. തസ്ലീമ നല്ല പെർഫോമൻസ് ആയിരുന്നു. ആരായിരുന്നു സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്തേ? ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് നല്ല നല്ല പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉണ്ട് അല്ലേ? സ്റ്റൈൽ നന്നായിട്ടുണ്ട്.